കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ നിലപാട്, അതായത് കോൺഗ്രസ് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. ബി ജെ പിക്കെതിരെ പാലക്കാട് ആര് എന്ന ചോദ്യം. കാരണം പ്രധാനമായും കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും സി പി ഐ എമ്മും ഒരു ത്രികോണ പോരാട്ടം എന്ന തരത്തിലേക്ക് പാലക്കാട് മാറിയിരുന്നു. അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ ആരെതിർക്കുന്നു അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അത് സി പി എമ്മിലായിക്കോട്ടെ കോൺഗ്രസിലായിക്കോട്ടെ ഇതര സെക്കുലർ രാഷ്ട്രീയം, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് കേന്ദ്രീകരിക്കുന്നത് ഒരു പാർട്ടിയിലേക്കായിരിക്കും. അങ്ങനെയാണ് പാലക്കാട് സാധാരണ ഷാഫി പറമ്പിലിന്റെ ഒരു വിജയം സുനിശ്ചിതമാകുന്നതും. അതായത് പാലക്കാട് നഗരസഭ വോട്ടെണ്ണി തീരുമ്പോൾ 11,000 വോട്ട് ബി ജെ പിക്ക് ലീഡായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ഈ ശ്രീധരന് 11,000 വോട്ടിൽ പരം ലീഡുണ്ടായിരുന്നു. പക്ഷേ മാത്തൂർ, കണ്ണാടി, പ്രായിരി പഞ്ചായത്തുകൾ, അതായത് മാത്തൂർ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ശ്രീധരന്റെ ലീഡ് കുറയുന്നു. കണ്ണാടി എണ്ണി തുടങ്ങിയപ്പോൾ പതിയെ വീണ്ടും കുറയുന്നു. പ്രായിരിയിലേക്ക് കടക്കുന്ന സമയത്ത് ലീഡ് വന്ന് ഷാഫി പൂർണ്ണമായി വിജയിക്കുന്ന ഒരു സാഹചര്യം. അതായത് മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ കൃത്യമായ രീതിയിലുള്ള സി പി ഐ എം വോട്ടുകളടക്കം, അതായത് സെക്കുലർ വോട്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കപ്പെടുന്ന സി പി ഐ എം വോട്ടുകളടക്കം ഷാഫി പറമ്പിലിന് ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പ്രായിരി ഒരു യു ഡി എഫ് കോട്ടയാണ്. അതാണ് പറഞ്ഞത് കൂടുതൽ, അതായത് ബി ജെ പിക്കെതിരെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന തരത്തിൽ കഴിഞ്ഞ 3 തവണയും ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ യു ഡി എഫ് എന്നൊരു ഒറ്റ പേരിലേക്ക് പാലക്കാട്ടുകാർ എത്തിയ ബി ജെ പിക്ക് എതിരെ അതൊരു സെക്കുലർ വോട്ട് എന്ന തരത്തിലേക്ക് മാറിയിരുന്നു. അത് പൂർണ്ണമായ രീതിയിൽ ഇത്തവണ രാഷ്ട്രീയ ചർച്ചകൾ ആകെ മാറ്റിക്കൊണ്ട് കേവലം എൽ ഡി എഫ് യു ഡി എഫ് എന്ന തരത്തിലുള്ള തർക്കങ്ങളും അവർ തമ്മിലുള്ള വാഗ്വാദങ്ങളിലേക്ക് മാറിയപ്പോൾ ഈ സെക്കുലർ വോട്ടുകൾ വിഭജിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ പാലക്കാട് നടക്കുന്നതിനിടയിലാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സന്ദീപ് വാര്യർ എന്ന ബി ജെ പി മുഖത്തെ, ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും ഫോളോവേഴ്സ് ഒക്കെയുള്ള ഒരു ബി ജെ പിയുടെ നേതാവ്, ആ നേതാവിനെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത്. സന്ദീപ് വാര്യർ ആദ്യം സി പി ഐയിലേക്ക് പോകുമെന്ന തരത്തിൽ വാർത്ത വന്നു. സി പി ഐ എം നേതാക്കളുമായി ചർച്ച നടത്തി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ സന്ദീപ് അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ സന്ദീപിനെ ഞാൻ നേരിൽ ഫോണിൽ ബന്ധപ്പെട്ടതാണ്. ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ചില വിവരങ്ങൾ നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുകയായിരുന്നു. കൃത്യമായ രീതിയിൽ ചില നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഷാഫി പറമ്പിൽ എം എൽ എ തന്നെ നേരിട്ട് സന്ദീപ് വാര്യരോട് സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബി ജെ പിക്കെതിരെ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് സാധാരണ ഷാഫി പറമ്പിലാണെങ്കിൽ ഇത്തവണ ഷാഫി പറമ്പിലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പ്രതീതി പുറത്തേക്ക് വരുത്തുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം അതിലേക്ക് കൊണ്ടുപോവുക. സി പി ഐ എം ഇവിടെ മത്സരിക്കുന്നത് വോട്ടുകൾ വിഭജിക്കാനാണ്, അത് ബി ജെ പിക്ക് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്ന രാഷ്ട്രീയ പ്രചരണത്തിലേക്ക്, അതായത് 3 ടേം വന്ന രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ, ഉപതെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും പൊളിറ്റിക്കലായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. പക്ഷേ സന്ദീപ് വാര്യർ മുൻപിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം, അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളടക്കം, ഗാന്ധിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളടക്കം വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കെ ബാലൻ അടക്കമുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ്, സന്ദീപ് വാര്യർ നല്ല മനുഷ്യനാണ് എന്ന തരത്തിലുള്ള ക്ലീൻ ചിറ്റ് അടക്കം നൽകിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതടക്കം ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ സി പി ഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ സംബന്ധിച്ച ഒരു വെല്ലുവിളിയാകുന്നതും അതുതന്നെയായിരിക്കും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സി പി ഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ സന്ദീപ് വരുന്നതിനും എത്രയോ മുൻപ് തന്നെ, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ സന്ദീപ് വാര്യർ നല്ലൊരു മനുഷ്യനാണ് എന്ന് എ കെ ബാലന്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. എന്നാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും എടുത്തു പറഞ്ഞത് അത് തന്നെയാണ്. എം വി ഗോവിന്ദനും അതുപോലെ തന്നെ എം ബി രാജേഷും എ കെ ബാലനും അടക്കമുള്ള ആളുകൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, അത് തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസിലേക്ക് എടുത്തത്, കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു രാഷ്ട്രീയ പ്രചാരണം, ഇനി വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം ഒരു മറുഭാഗത്ത് സി പി ഐ എം നടത്തുമ്പോൾ നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ആളാണ് എന്ന് തിരിച്ച് മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ കോൺഗ്രസിനും കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിജയം, അവർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം 16 എന്ന തരത്തിലേക്ക് ഇന്ന് ഡേറ്റ് ഉണ്ട്. 17, 18, 19 കടന്ന് 20ലേക്ക് എത്തുമ്പോൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കൃത്യമായ രീതിയിൽ പാലക്കാട് വേരുകളുള്ള തായ് വഴി വേരുകളുള്ള സന്ദീപ് വാര്യർക്ക് പാലക്കാട് മണ്ഡലത്തിൽ പലതും ചെയ്യാനാകും. അത് മൂത്താന്തറയായിക്കോട്ടെ, വടക്കുന്തറയായിക്കോട്ടെ, കർണകെമ്മൻ കോവിൽ മേഖലയായിക്കോട്ടെ, സ്കൂൾ മേഖല, ആ മേഖലയിലൊക്കെ തന്നെ കാര്യമായ രീതിയിലുള്ള ബന്ധുബലമുള്ള, സംഘടനാ ബലമുള്ള സന്ദീപ് വാര്യരോടൊപ്പം ഇനി ബി ജെ പി പ്രവർത്തകർ കൂടി നിൽക്കുമെന്ന കാര്യമാണ് കണ്ടറിയേണ്ടത്.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ഒരു ബാലികേറ മലയാണ്. കേവലം 82ഉം 90 വോട്ടുകൾ മാത്രം ഓരോ ബൂത്തുകളിൽ ലഭിക്കുന്ന ഓരോ പ്രദേശമാണ്. സ്വാഭാവികമായി ആ മേഖലയിലേക്കൊക്കെ ഒരു കടന്നുകയറ്റം സന്ദീപ് വാര്യരെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ വിജയം എന്ന തരത്തിൽ കോൺഗ്രസിന് ഈ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കാം. സന്ദീപ് വാര്യർ ഒരു കാര്യം കൂടി വ്യക്തമാക്കി, താൻ മതേതരത്വത്തിന്റെ പാതയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ വരാം സുരജിത്ത്. ഇപ്പോൾ ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ പുതിയ ആവശ്യം വഖഫ് ഇങ്ങനെ ഭൂമി വാരിക്കൂട്ടുന്നതും സംശയാസ്പദമാണ് എന്ന് BJP ആരോപണം ഉന്നയിക്കുകയാണ്. മുനമ്പത്തെ ഭൂമി അത് വഖഫിന്റെ അവകാശപ്പെട്ടതാണെന്നും ഭൂമി വിവാദം എന്തുകൊണ്ടാണ് BJP ഇത്ര കാര്യമായ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നത് എന്നതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ പി കെ കൃഷ്ണദാസ് നൽകുന്നത്. സന്ദീപ് വാര്യർ BJPയുടെ കേരളത്തിലെ മാധ്യമ മുഖം ഇനി കോൺഗ്രസിനൊപ്പമാണ്. BJP വിട്ട് സന്ദീപ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. ഉപാധികളില്ലാതെയാണ് തന്റെ കോൺഗ്രസ് പ്രവേശനം എന്ന് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പിന്നീട് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം താൻ BJP വിടുന്നതിനുള്ള ഉത്തരവാദികൾ കെ സുരേന്ദ്രനും സംഘവുമാണ് എന്നതാണ്. വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ ജോലി എടുത്തു എന്നതാണ് തന്നെ ഇപ്പോൾ പേറുന്നത്. ആ കുറ്റബോധമാണ് എന്ന് സന്ദീപ് വാര്യർ പ്രാഥമിക അംഗത്വം സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. കെ സുരേന്ദ്രനെ കുറിച്ചും BJPയുടെ സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്. പക്ഷെ അത് പിന്നീട് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ താൻ വ്യക്തമാക്കും എന്നുമുള്ള മുന്നറിയിപ്പും സന്ദീപ് വാര്യർ ഇന്ന് നൽകിയിട്ടുണ്ട്. ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട സംശയനിഴലിൽ നിൽക്കുന്ന ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ തൻ്റെ പേരുണ്ടാകില്ല എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ഓരോ ഭാരതീയന്റെ ഉള്ളിലും ഒരു ഇന്ത്യക്കാരൻ എന്നത് മനുഷ്യന്റെ DNA ആണ്. ഇന്ത്യ എന്ന ആശയത്തെ രൂപപ്പെടുത്തുന്നതും അത് നിലനിർത്തുന്നതും കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് താൻ കോൺഗ്രസിൽ എത്തുന്നത് എന്നുകൂടി സന്ദീപ് വാര്യർ പറഞ്ഞു. വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് എന്ന ഒരു വിമർശനം സന്ദീപ് വാര്യറിലേക്ക് ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി മത്സരിക്കാൻ BJPക്ക് കരുത്തുണ്ടോ എന്നൊരു മറുചോദ്യം കൂടി സന്ദീപ് വാര്യർ ഉയർത്തി. അങ്ങനെ സംഘപരിവാർ ആശയങ്ങളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ടും സംഘപരിവാർ ബന്ധത്തെ പൂർണ്ണമായി ഒഴിഞ്ഞുകൊണ്ടും BJPയിലെ സംസ്ഥാന നേതൃനിരയിൽ നിൽക്കുന്ന കെ സുരേന്ദ്രനും സംഘവും അവരുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് തൻ്റെ ഈ ഇറങ്ങിപ്പോക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നത്. കോൺഗ്രസ് നേതാവ് KPCC അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ MP മാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസ് പാർട്ടിയുടെ അംഗമാകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.